ഫേസ് ടു ഫേസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ CV ആൻഡ്രൂസ് എന്ന അനുഗ്രഹീതനായ ദൈവദാസനാണ്. ദീർഘവർഷങ്ങളായി അമേരിക്കയിൽ അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡിന്റെ ഫൗണ്ടറും അതിന്റെ സീനിയർ പാസ്റ്ററുമായിരുന്ന ഇപ്പോഴത്തെ പേട്രനായിരിക്കുന്ന CV ആൻഡ്രൂസ് പാസ്റ്റർ നമ്മളോടൊപ്പം ഈ ഒരു ഫേസ് ടു ഫേസിൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. CV ആൻഡ്രൂസ് പാസ്റ്ററെ വളരെ ആദരവോടെ ഈ ഫേസ് ടു ഫേസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. കോട്ടയം പുതുപ്പള്ളിയിൽ മീനടത്ത് ചക്കാലക്കുഴിയിൽ CC വർക്കിയുടെയും സാറാമ വർക്കിയുടെയും ഇളയ മകനായി ജനിച്ചു. തന്റെ വിദ്യാഭ്യാസത്തിന് ശേഷം താൻ കർത്തൃവേലയിൽ മുളക്കുഴ ബൈബിൾ സ്കൂളിലേക്ക് താൻ വിദ്യാഭ്യാസത്തിനെ കടന്നുപോയി. അതിനുശേഷമായിട്ട് അദ്ദേഹം തന്റെ സഭാപ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ കേരളത്തിൽ പിന്നീടുള്ള 18-ൽ പരം വർഷങ്ങൾ നോർത്ത് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും താൻ പ്രവർത്തിച്ചു. അതിനുശേഷമായിട്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് വന്നു. 36-ലധികം വർഷമായി അമേരിക്കയിൽ മഹത്വകരമായ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോഴും തന്റെ ശുശ്രൂഷയ്ക്ക് ഒരു വിഘ്നവും വരാതെ പൂർവാധികം മറ്റ് നേരത്തെ ചെയ്തതിനെക്കാട്ടിലും ശ്രേഷ്ഠകരമായ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് നേരിട്ട് കേൾക്കാം, നേരിട്ട് മനസ്സിലാക്കാം. അത് നമ്മുടെ ലൈഫിൽ പ്രചോദനമാകും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആൻഡ്രൂസ് പാസ്റ്ററെ ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. 8-ാമത്തെ വയസ്സിലാണ് രക്ഷിക്കപ്പെട്ടത്. 10-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. പിന്നെ 55-ൽ പരം വർഷം കർത്തൃവേലയിൽ പാസ്റ്റർ ആയിരിക്കും. എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്ത ഒരു ഫാക്ടർ പാസ്റ്ററെ കർത്തൃവേലയോടുള്ള ഒരു വലിയ സെലസ്, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അത് ഏതൊരു വ്യക്തിയും മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ 2018-ലാണെന്ന് തോന്നുന്നു പാസ്റ്റർ ചർച്ചില് VBSുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. പാസ്റ്ററെ പരിചയപ്പെടാൻ പറ്റി. 2014 മുതൽ പാസ്റ്ററെ എനിക്ക് അടുത്തറിയാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും പാസ്റ്ററെ കൂടെ കേൾക്കുമ്പോൾ അമേരിക്കയിലെ പല സ്ഥലങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ പല ആൾക്കാരിൽ നിന്ന് കേൾക്കുന്ന ടെസ്റ്റിമണീസും ഒക്കെ ഭയങ്കരമായിട്ടുള്ളൊരു മോട്ടിവേഷനാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇന്റർവ്യൂ പോലും പാസ്റ്ററുമായിട്ട് ചെയ്യുവാനായിട്ട് ഒരു അവസരം ഉണ്ടായത്. അപ്പം പാസ്റ്ററുടെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും റീസെന്റ് ആയിട്ട് എനിക്ക് ഏറ്റവും മോട്ടിവേഷൻ തോന്നിയ ഒരു വർക്കാണ് പാസ്റ്റർ ഒരു ബൈബിൾ കമന്ററി ലോഞ്ച് ചെയ്തു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ആൻഡ്രൂസ് ബൈബിൾ കമന്ററി എന്ന് പറഞ്ഞിട്ട് ഒരു ഓഡിയോ പ്രഭാഷണങ്ങളാണ്, ഹോൾ ബൈബിൾ. അപ്പൊ അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ, അതെങ്ങനെയാണ് വന്നത് എന്നുള്ളതിനെ കുറിച്ച് പ്രാരംഭത്തിൽ നമുക്ക് ഒന്ന് കേൾക്കാം. പ്രത്യേകിച്ച് പാസ്റ്റർ 24 hours എനിക്ക് ഒന്ന് ഉറങ്ങാൻ വേണ്ടി മാത്രമായിരിക്കും അല്പസമയം പാസ്റ്റർ സമയം എടുക്കുന്നത്. ബാക്കിയെല്ലാം മീഡിയയിലും വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട്, സൂം മീറ്റിങ്ങുകളും ഒക്കെ ആയിട്ട് തിരക്കിട്ട ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ബൈബിൾ കമന്ററിയെ കുറിച്ചും ഇപ്പോഴത്തെ ആ തിരക്കിട്ട ജീവിതാനുഭവങ്ങളെ കുറിച്ച് പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാം. ഞാൻ അനേക കമന്ററികൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ വായിക്കുന്ന സന്ദർഭത്തിൽ ഒരുപാട് എബ്രായ ഭാഷയും ഗ്രീക്ക് പദങ്ങളും ഉപയോഗിച്ചത് കാണുന്നു. ഒരുപാട് സിദ്ധാന്തങ്ങൾ കാണുന്നു. ഓരോ ലേഖനത്തിൻ്റെ മുഖവര അവർ കൊടുക്കുമ്പോൾ അത് സംശയാസ്പദമായ നിലയിൽ, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എബ്രായ ലേഖനം പൗലോസ് അല്ല എഴുതിയെന്നും അതിന് പലരുടെയും അഭിപ്രായങ്ങൾ അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തി ഒരുപാട് പേജുകൾ കളഞ്ഞ് പിന്നീട് പൗലോസ് ആണെന്നും പറഞ്ഞ് കുറേ പേജുകളൊക്കെ അത് ചെലവഴിക്കുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ഇപ്രകാരം വായിച്ചാൽ ആൾക്കാർക്ക് അതിൻ്റെ യഥാർത്ഥമായ വിഷയം മനസ്സിലാകത്തില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഉത്സാഹിപ്പിച്ചു. എല്ലാവർക്കും മനസ്സിലാകുന്ന നിലയിൽ വേദപുസ്തകം ഡയറക്റ്റ് വ്യാഖ്യാനം കൊടുക്കത്തക്ക നിലയിൽ, ആരുടെയും ഉള്ളത്തിൽ ഒരു സംശയം വരാത്ത നിലയിൽ വ്യാഖ്യാനിക്കാൻ തക്കവണ്ണം ദൈവം എന്നോട്, ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ പകർന്നു. അതനുസരിച്ച് വളരെ ബന്ധപ്പെട്ട്
CV ആൻഡ്രൂസ് ബൈബിൾ എന്ന പേരിൽ ഒരു കമൻട്രി കഴിഞ്ഞ നാക്കോയുടെ കോൺഫറൻസിൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ജനറൽ ഓഫീസറായിരിക്കുന്ന ടിം ഹില്ലിൽ അത് പ്രകാശനം ചെയ്യത്തക്ക നിലയിൽ ക്രമീകരണം ചെയ്യുവാൻ തക്ക ഇവിടെയായി. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളതിൻ്റെ വ്യാഖ്യാനം വളരെ നിശ്ചയാർത്ഥത്തോടുകൂടി സംശയം വരാത്ത നിലയിൽ എല്ലാവർക്കും മനസ്സിലാകത്തക്ക നിലയിലാണ് ഞാൻ വ്യാഖ്യാനിച്ചിരിക്കുന്ന ഈ വ്യാഖ്യാനം. ഏതൊരു പ്രായം ചെന്ന അമ്മാമയ്ക്കും മനസ്സിലാകത്തക്ക നിലയിൽ ലളിതമായ ഭാഷയിൽ എബ്രായ ഭാഷയോ ഗ്രീക്ക് ഭാഷയോ ഒന്നും ഉപയോഗിക്കാതെ, സാഹിത്യമൊന്നും ഉപയോഗിക്കാതെ എല്ലാവർക്കും മനസ്സിലാകുന്ന നിലയിൽ ഒരു കമൻട്രി ഇറക്കണമെന്ന് എനിക്ക് താല്പര്യം വന്നു. ആ നിലയിൽ ഇറക്കുവാൻ തക്കവണ്ണം സാധിച്ചു. അതിൻ്റെ ഓരോ മെസ്സേജുകളും ആ ദിവസം തോറും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഓരോ പുസ്തകത്തിൻ്റെയും പശ്ചാത്തലവും അതുപോലെ തന്നെ ഒരു ആമുഖമായിട്ടുള്ളതായ ക്ലാസ്സുകളും ഇപ്പോൾ എല്ലാ ബൈബിളിൻ്റെയും ഇട്ടിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 8-9 ക്ലാസ്സുകൾ ഇതിനകം ഇടുവാൻ തക്കവണ്ണം വെടിയായിത്തീർന്നു. ബൈബിളിനെ കുറിച്ച് പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ബയോഗ്രഫിയും അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാവർക്കും അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പാസ്റ്റർ, തീർച്ചയായിട്ടും ഒത്തിരി ആൾക്കാർ ഈ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും ആ ബൈബിൾ കമന്ററി, ബൈബിൾ പഠിക്കാൻ ഒക്കെ അത് ഉപകരിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. പാസ്റ്ററെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള മറ്റുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എവരി ഹോം ബൈബിൾ സ്കൂൾ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് പാസ്റ്റർ ലോഞ്ച് ചെയ്തു. എൻ്റെ അറിവനുസരിച്ചിട്ട് അമേരിക്കയിലെ എല്ലാ സ്ഥലങ്ങളിലും CD-യും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും എത്തത്തക്ക നിലയിലുള്ള കാര്യങ്ങൾ ചെയ്തു. എവരി ഹോം ബൈബിൾ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തു. അതിനെക്കുറിച്ച് ഒരു അല്പം പ്രേക്ഷകരോട് സംസാരിക്കാം. ഞാൻ സുവിശേഷ വേലയ്ക്ക് ദൈവവിളി ഉണ്ടായ സന്ദർഭം തന്നെ അലസത എന്താന്ന് ഞാൻ രുചിച്ചിട്ടില്ല. അലസനായിരിക്കാൻ തക്കവണ്ണമല്ല എന്നെ ദൈവം വിളിച്ചത്. 24 മണിക്കൂറും എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യണം. ഒന്നല്ലെങ്കിൽ എഴുത്തിൽ കൂടെ, അല്ലെങ്കിൽ ട്രാക്റ്റ് വിതരണത്തിൽ കൂടെ എപ്പോഴും ഞാൻ വളരെ അധികം ഒരു ഉത്സാഹിയായിരുന്നു. അപ്പോൾ 2001 വേൾഡ് വൈഡ് ഗോസ്പൽ എന്നുള്ള മിനിസ്ട്രി ആരംഭിപ്പാൻ തക്കനിടയായിത്തീർന്നു. 46 പേര് അധ്യാപകർ പഠിപ്പിക്കുന്ന, പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഒരു ബൈബിൾ സ്കൂളും അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോഴും ആ വെബ്സൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിനോടൊരു ബന്ധത്തിൽ ആദ്യമായി എൻ്റെ മിനിസ്ട്രി കാസറ്റിൽ കൂടിയായിരുന്നു, ഓഡിയോ കാസറ്റിൽ കൂടെ 10,000-കണക്കിന് ആൾക്കാർക്ക് അവരുടെ വീടുകളിൽ എൻ്റെ വെളിപ്പാട് പുസ്തക വ്യാഖ്യാനവും അതുപോലെ തന്നെ അനേക പ്രസംഗങ്ങളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഈ അമേരിക്കയിൽ തന്നെ ഓരോരുത്തരുടെയും ഭവനങ്ങൾ നോക്കിയാൽ അന്നത്തെ ഓഡിയോ കാസറ്റുകൾ കാണുവാൻ കഴിയും. പിന്നീട് CD മിനിസ്ട്രി ആരംഭിച്ചു. ആ ഓഡിയോ കാസറ്റിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ CD മിനിസ്ട്രി ആരംഭിച്ച സമയത്ത് ചാറ്റനുഹയിലുള്ള വേറെ AB ദാനിയലും വേറെ രാജൻ ചാക്കോയും എന്നെ ആ മിനിസ്ട്രി സഹായിച്ചു. ധാരാളം ലക്ഷക്കണക്കിന് കാസറ്റുകളും CD-കളും വാങ്ങിച്ചു വന്നു. ഏകദേശം 14 ലക്ഷത്തിൽ പരം CD-കൾ ഞാൻ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തക്കവണ്ണമായിട്ടുണ്ട്. ഒരു 10 പൈസ ആരോടും മേടിക്കാതാണ് ഇതെല്ലാം ചെയ്തത്. സുവിശേഷ വേലയെക്കുറിച്ചുള്ള ആ താല്പര്യം അത്രമാത്രം വലുതായിരുന്നു. അങ്ങനെ അതിൽ തന്നെ ഒരു ബൈബിൾ സ്കൂളും ആരംഭിച്ചു. അനേക അധ്യാപകർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിൻ്റെയും ശക്തമായ വ്യാഖ്യാനം അതിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. നിങ്ങൾക്ക് അത് അനുഗ്രഹമായിരിക്കും. ഇനിയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ബൈബിൾ സ്കൂളിനെ കുറിച്ച് ഞാൻ വീണ്ടും സംസാരിക്കുന്നതായിരിക്കും. പാസ്റ്റർ, ശരിക്കും പറഞ്ഞാൽ പാസ്റ്ററുടെ ഈ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഒരു വലിയ ഒരു മോട്ടിവേഷൻ എനിക്കുണ്ട്. കാരണം എത്രമാത്രം ഉത്സാഹത്തോടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 14 ലക്ഷം കാസറ്റുകൾ ആൾക്കാരിലേക്ക് എത്തിച്ചു, അതും ഫ്രീ ആയിട്ടെന്ന് പറയുമ്പം അതൊരു ചെറിയ ഒരു ടാസ്ക് അല്ല, ഒരു വലിയ ടാസ്ക് ആണ് പാസ്റ്റർ ചെയ്തത്. മാത്രമല്ല പാസ്റ്ററുടെ ആ പ്രവർത്തനങ്ങൾ മൂലം പാസ്റ്റർക്ക് ഒരു ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു ഓണറേറിയം ഒരു ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ ഇറക്കിയതായ ക്രിയേറ്റ് ചെയ്തതായ വെബ്സൈറ്റ് worldwidegosPel.org, എവരി ഹോം ബൈബിൾ സ്കൂൾ
CVandrews.com, അതുപോലെ CVandrews.com ഇതടിച്ചാൽ ആ സൈറ്റിൽ പോകാൻ തക്കൊണ്ട് കഴിയും. കാനഡ ക്രിസ്ത്യൻ കോളേജ് ഏറ്റവും അറിയപ്പെടുന്ന ഒരു കോളേജാണ് കാനഡ ക്രിസ്ത്യൻ കോളേജ്. അവർ എൻ്റെ സൈറ്റ് കണ്ടപ്പോൾ ഇത്രയും 46 വയർ പഠിപ്പിക്കുന്ന ഒരു ബൈബിൾ സ്കൂൾ അവർ കണ്ടിട്ടില്ല. അമേരിക്കയിൽ ടെന്നസിയിൽ ഈ കോളേജിൽ പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും സിലബസ് തയ്യാറാക്കിയാണ് അതിൽ ക്ലാസ്സുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. 46 അധ്യാപകരാണ് പഠിപ്പിക്കുന്നത്. എല്ലാ അധ്യാപകർക്കും അതിൻ്റെ അകത്ത് വളരെ പ്രചോദനം നൽകി അവർ അതാത് സമയം ക്ലാസ്സുകൾ അയച്ചുതരും. അത് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. അത് കാനഡ ക്രിസ്ത്യൻ കോളേജുകാർ കണ്ടപ്പോൾ അവിടെ തോമസ് എന്ന് പറയുന്ന എൻ്റെ ഒരു സ്നേഹിതൻ ആ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അവിടുത്തെ ആ ഫൗണ്ടറിനെയും അവിടുത്തെ പ്രിൻസിപ്പളിനെയും എല്ലാം ഈ വെബ്സൈറ്റ് കാണിക്കുകയും അവർക്ക് വളരെ ഉത്തേജനം ഉണ്ടാകുകയും നമ്മുടെ ഈ KM തോമസ് ബെറർ അദ്ദേഹം ഒരു പാസ്റ്ററാണ്, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. അദ്ദേഹത്തിൻ്റെ ഉത്സാഹത്താൽ കാനഡ ക്രിസ്ത്യൻ കോളേജിലെ ഫാക്കൽറ്റി ഒന്നിച്ചുകൂടി തീരുമാനിച്ചു എനിക്ക് ഡോക്ടറേറ്റ് തരണമെന്ന്. അങ്ങനെ എന്നെ ക്ഷണിച്ചു. ആദ്യം ഞാൻ അതിൻ്റെ അകത്ത് വലിയ താല്പര്യം കാണിച്ചില്ല. എന്നാൽ അവർ നീ അതിന് യോഗ്യനാണ് എന്ന് പറഞ്ഞ് എന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരു അന്വേഷിച്ചു. ഒരു 15 പേജിലുള്ള വിവരങ്ങൾ ഞാൻ അയച്ചു കൊടുത്തു. ആ ഫാക്കൽറ്റി അത് അംഗീകരിച്ചു. കാനഡ ക്രിസ്ത്യൻ കോളേജിൽ ഇപ്പോൾ അറിയപ്പെടുന്ന പ്രസിദ്ധരായ ഡോക്ടർ ജോൺ ഹാഗി, ഡോക്ടർ ദിനകരൻ, അദ്ദേഹം ഇപ്പോൾ നിത്യത വിശ്രമിക്കുന്നു. അതുപോലെ ബില്ലിഗ്രാമിൻ്റെ മകൻ ഡോക്ടർ ഫ്രാങ്ക്ലിൻ, ഇവർക്കൊക്കെ അവിടെ നിന്നാണ് ഡോക്ടറേറ്റ് കിട്ടിയത്. അതേ സെയിം ഡോക്ടറേറ്റ് എനിക്ക് 2007 തന്ന് അവരെന്നെ ആദരിക്കുകയുണ്ടായി. അത് ഈ വേൾഡ് വൈഡ് ഗോസ്പൽ പ്രവർത്തനത്തെ കണ്ടുകൊണ്ടാണ് എനിക്കത് ലഭിപ്പാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നത്. അങ്ങനെയാണ് ആ പദവിയിലേക്ക് ഞാൻ പ്രവേശിപ്പാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നത്. അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഒരു ലൈഫ് ടൈമിൽ നമുക്ക് കിട്ടുന്ന, ലോകം നമുക്ക് തരുന്ന ഒരു വലിയ റെക്കഗ്നേഷനാണ് പാസ്റ്റർക്ക് ആ കിട്ടിയിരിക്കുന്ന ഡോക്ടറേറ്റ്. അവിടെ കൊണ്ടും പാസ്റ്റർ മിനിസ്ട്രിയുടെ ഇത് അവസാനിക്കുന്നില്ല. അറ്റ്ലാന്റയിൽ വന്നാൽ ഒരു ബ്യൂട്ടിഫുൾ ചർച്ചുണ്ട്. ആ ചർച്ചിന്റെ ഫൗണ്ടറാണ് പാസ്റ്റർ. ഞാൻ അവിടെ വരാനും ശുശ്രൂഷിക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ആ ചർച്ച് ഫൗണ്ട് ചെയ്യാനും അമേരിക്കയിൽ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചർച്ച് ബിൽഡ് ചെയ്യാനും ദൈവം പാസ്റ്ററെയാണ് ഉപയോഗിച്ചത്. മാത്രമല്ല, ഏറ്റവും എന്നെ അട്രാക്ട് ചെയ്ത മറ്റൊരു വിഷയം, പാസ്റ്റർക്ക് ഇപ്പൊ വേണമെങ്കിലും ആ ചർച്ചിന്റെ ഒരു സീനിയർ പാസ്റ്റർ എന്ന നിലയിൽ നിൽക്കാമായിരുന്നു. എന്നാൽ എല്ലാ പാസ്റ്റർമാർക്കും മാതൃകയായിട്ട് പാസ്റ്റർ ആ സമയം ആകുമ്പോൾ അത് വേറൊരാളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്ത് അതിന്റെ പാറ്റേൺ എന്ന നിലയിൽ നിന്നുകൊണ്ട് അത് നോക്കാനും ഇത് നന്നായിട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാനും സന്തോഷിക്കാനും ഒക്കെയുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പം അമേരിക്കയിൽ പാസ്റ്റർ വന്ന് ആ ചർച്ച് ഫൗണ്ട് ചെയ്യാനും അതിന്റെ ബിൽഡിങ് ഇതാക്കാനും ഇങ്ങനെയൊക്കെയുള്ള ആ കാര്യങ്ങൾ ചെയ്യാൻ പാസ്റ്റർക്ക് എങ്ങനെ അതിന് സാധിച്ചു? 1988 ഞാൻ അമേരിക്കയിൽ കടന്നു വന്നത്. ആദ്യമേ ഫ്ലോറിഡയിലായിരുന്നു 11 വർഷം. അവിടെയും ചർച്ച് ഓഫ് ഗോഡിന് ഒരു ബിൽഡിങ് ക്രമീകരിപ്പാൻ തക്കൊണ്ണം ദൈവം എനിക്ക് ഇടയാക്കി. ഞാൻ 9 സ്ഥലങ്ങളിൽ പാസ്റ്ററായിട്ടിരുന്നാണ്. അവിടെയൊക്കെയും എനിക്ക് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഒരു പെർമനൻ്റായിട്ട് ബിൽഡിംഗ് ഉണ്ടായിരിക്കണമെന്നാണ്. മിക്ക സഭകളിലും അപ്രകാരം ചെയ്യുവാൻ തക്കോടിയായി. ഫ്ലോറിഡയിലും ബിൽഡിംഗ് ഉണ്ടായി. ഇവിടെയുള്ള ഒരു ന്യൂനപക്ഷം ചെറിയൊരു കൂട്ടം എന്നെ അറ്റ്ലാന്റയിലേക്ക് ക്ഷണിച്ചു. അപ്പം ഫ്ലോറിഡയിലെ മിനിസ്ട്രി അത് അവിടുന്ന് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഇനി നീ അടുത്ത സ്ഥലത്തേക്ക് പോകുക എന്ന് അറ്റ്ലാന്റ എന്നെ പ്രത്യേകമായി വെളിപ്പെടുത്തി കാണിച്ചു തന്നു. അങ്ങനെ ഞാനിവിടെ വന്നു. ചില സഹോദരന്മാരെന്നെ സ്വീകരിച്ചു. അങ്ങനെ 1999 അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡ് എന്നുള്ള പേരിൽ ഈ സഭ ആരംഭിപ്പാൻ തക്കണിടയായി. സഭ ആരംഭിച്ചു. സഭ വർദ്ധിക്കാൻ തക്കണം തുടങ്ങി. അതിനുശേഷം സ്വന്തമായൊരു ബിൽഡിങ് വേണമെന്നുള്ള താല്പര്യം തോന്നി. അമേരിക്കയിലുള്ള സകല ആൾക്കാർക്കും എന്നോട് സ്നേഹമാണ്. ഞാൻ ഇവിടെയുള്ള എല്ലാ വലിയ സഭകളിലും അമേരിക്കയിൽ കടന്നുപോയി. എനിക്ക് ഭയങ്കര സ്വീകരണം കിട്ടി. $6,00,000 അമേരിക്കയിൽ നിന്ന് ഇവിടുത്തെ ബിൽഡിങ്ങിലേക്ക് കളക്ട് ചെയ്യാൻ തക്കൊണ്ട് ഇടയാക്കി. ഞങ്ങൾ ഒരു സ്ഥലം പോയി കണ്ടുപിടിച്ചു. അതൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അത് അടച്ചുപൂട്ടി. ഇവിടെ അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ ചില പ്രശ്നം ഉണ്ടായപ്പോൾ അവരത് അടച്ചുപൂട്ടി. ഞങ്ങളത് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അത് കുറേ നാളായിട്ട് പ്രവർത്തനരഹിതമായി കിടന്നുകൊണ്ട് അതിൻ്റെ ഓണർ ഒരു ദൈവഭക്തനായിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ട വില
$7,50,000. അപ്പോൾ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ഞാനൊരു പാസ്റ്ററാന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ആരാധിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ $1,50,000 തരാം, നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ സംസാരമെല്ലാം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിന് സമ്മതിച്ചിരിക്കുന്നു പറഞ്ഞു. $7,50,000 ആവശ്യപ്പെട്ട ആ സംഭവം $1,50,000 അത് കിട്ടുവാനിടയായി. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ ചർച്ചിൽ ഫണ്ട് രൂപീകരിച്ചിരുന്നു. അത് പെയ്ഡ് ഓഫ് ചെയ്തത് വാങ്ങിപ്പാനിടയായി. പിന്നെ അമേരിക്കയിലുള്ള എല്ലാ സഭകളിലും കടന്നുപോയി. എല്ലാ സഭകളും ചെന്നിടത്തെല്ലാം എന്നെ സ്വീകരിച്ചു. ഓരോ ആഴ്ചയിലും $15,000 $20,000 വെച്ചാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ മനോഹരമായ ഒരു ബിൽഡിങ്, 14 സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ ഉൾപ്പെട്ട ആ കുട്ടികൾക്ക് പഠിക്കത്തക്ക നിലയിൽ മനോഹരമായൊരു ബിൽഡിങ്ങും 400 പേർക്ക് ഇരിക്കാവുന്ന ഒരു സാങ്ച്വറിയും ഒരു വലിയ ഫെലോഷിപ്പ് ഹോളും, അത് 130 കാറുകൾ പാർക്ക് ചെയ്യത്തക്കണമുള്ള പാർക്കിംഗ് ലോട്ടോടുകൂടി മനോഹരമായ ഒരു സ്ഥാപനം സ്ഥാപിപ്പാൻ തക്കണം ഇടയായി തീർന്നു. അപ്പോൾ എൻ്റെ ഭാര്യ 2014 മുതൽ രോഗിയായിപ്പോയി. ആ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ ഭാര്യയെ കാര്യമായി ശുശ്രൂഷിച്ചു. ഞങ്ങൾ ഒന്നിച്ചാണ് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ പട്ടിണി കിടന്നിട്ടുണ്ട്. എന്നാൽ ആ ശുശ്രൂഷയിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ച പ്രവർത്തനത്തിൻ്റെ ഫലമായി അനേകരെ അമേരിക്കയിൽ കൊണ്ടുവരാൻ തക്കണം ഇടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥാപനം ഇവിടെ പണിതതിന് ശേഷം എൻ്റെ ഭാര്യ കഴിഞ്ഞ വർഷം മരിച്ചുപോയി. മരിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നിൻ്റെ സഭാ ശുശ്രൂഷ അവസാനിച്ചിരിക്കുന്നു, നിന്നെ മറ്റൊരു വേദിയിലേക്ക് ഞാൻ തിരിച്ചുവിടാൻ പോകുന്നുള്ള പ്രത്യേക ഒരു ശബ്ദം എനിക്കുണ്ടായതിൻ്റെ വെളിച്ചത്തിൽ ഈ മനോഹരമായ ബിൽഡിങ്ങും അതിൻ്റെ എല്ലാ സംഗീതോപകരണങ്ങളും എല്ലാ നിലയിലും സജ്ജീകരണമാക്കിയ ആ ബിൽഡിങ്, അത് എനിക്ക് പകരം ഒരു പാസ്റ്ററെ കിട്ടാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാസ്റ്റർ എബി മാമൻ, പാസ്റ്റർ തോമസ് മാമൻ്റെ മകൻ പാസ്റ്റർ എബി മാമൻ ഹാർവസ്റ്റ് ചർച്ചോട് നിന്ന് മാറുന്നറിഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഇതാണ് നിനക്ക് വരാൻ പോകുന്ന പാസ്റ്റർ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതായ, ഞങ്ങളുടെ വിശ്വാസങ്ങളോട് അധ്വാനിച്ചുണ്ടാക്കിയതായ ആ നല്ല മനോഹരമായ ബിൽഡിങ്ങും സകല സംഗീതോപകരണങ്ങളും അതേ അനേക വിശ്വാസികൾ ഉൾപ്പെടെയുള്ള സഭ പാസ്റ്റർ എബി മാമന് കൈമാറുവാൻ തക്കയായി തീർന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേക ഒരു ആലോചന എനിക്കുണ്ടായതുകൊണ്ടാണ് സഭ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കേട്ടത്. പ്രിയ ആൻഡ്രൂസ് പാസ്റ്റർ തൻ്റെ വൈഫിനെ ടേക്ക് കെയർ ചെയ്തതും ശുശ്രൂഷിച്ചതും അതിനുശേഷം ആ സഭയും മറ്റു കാര്യങ്ങളും വേറൊരാളെ ഒരു നല്ലൊരു സ്റ്റുവേർഡിനെ ഏൽപ്പിക്കാനും ഒക്കെ പാസ്റ്റർക്ക് സാധിച്ചു. അവിടെ കൊണ്ട് പാസ്റ്റർ മിനിസ്ട്രി തീർന്നില്ല. നമ്മൾ ആൻഡ്രൂസ് പാസ്റ്റർ ചിന്തിക്കുമ്പോൾ 36 വർഷം അമേരിക്കയിൽ താൻ ശുശ്രൂഷകൾ ചെയ്തു. എന്നാൽ അതിനു മുമ്പ് 18 വർഷം നോർത്ത് ഇന്ത്യയിലായിരുന്നു തൻ്റെ ശുശ്രൂഷയുടെ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ നോർത്ത് ഇന്ത്യയിലുള്ള പാസ്റ്ററുടെ 18 വർഷത്തെ ആ ശുശ്രൂഷയുടെ അനുഭവങ്ങളിലൂടെ ഒരല്പമായിട്ടൊന്ന് പറയാം. ഓക്കെ, 1970 ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നുപോയത്. അതിനു മുമ്പ് 3 വർഷം ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ, മലക്കട ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ 68, 69, 70 റാന്നിയിൽ കീഴ്ക്കോട് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ചാർജിലും കൂടെയായിരുന്നു. ഞാൻ കാനമച്ചന് ഏറ്റുപറഞ്ഞിടക്കുന്ന ആ 3 വർഷങ്ങൾ ഏറ്റുപറഞ്ഞിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അച്ഛൻ്റെ കൂടെയുള്ള അച്ഛനെ എനിക്ക് ഒരിക്കലും മറക്കാനൊക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ വടക്കേന്ത്യയിലും കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഞാൻ പ്രസംഗം ഏറ്റുപറയുന്ന നല്ലൊരു ഏറ്റുപറച്ചിലുകാരനായിരുന്നു. 1970 നോർത്ത് ഇന്ത്യയെക്കുറിച്ചുള്ള ഭാരമുണ്ടായി, വിളിയുണ്ടായി. അങ്ങനെ മുളക്കരയിൽ നിന്നൊരു ചെറിയ ഗ്രൂപ്പുമായിട്ട് നോർത്ത് ഇന്ത്യയിൽ കടന്നുപോയി. നോർത്ത് ഇന്ത്യയിൽ ജഗദൽപൂർ, ദുർഗാപൂർ, കൽക്കട്ട, അതുപോലെ നാഗപ്പൂർ, അതുപോലെ ഭോപ്പാൽ, അതുപോലെ ബോംബെ, അവസാനമായി ഡൽഹിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവടിയായി. ഡൽഹിയിൽ ഒരു വലിയ ബിൽഡിങ്, ഒരു 3 നില ബിൽഡിങ് പണിയുവാൻ തക്കോണം ദൈവം എനിക്ക് ഇടയാക്കി. അനേക അത്ഭുത പ്രവർത്തികൾ അവിടെ നടന്നിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഞങ്ങളായിരിക്കുമ്പോൾ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാല് പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത സിറ്റുവേഷനിൽ വളരെയധികം പട്ടിണിയിലും പ്രയാസത്തിലും കടന്നുപോയ സാഹചര്യത്തിൽ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച് ധൈര്യപ്പെടുത്തി ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ തക്കവടിയായി തീർന്നു. എൻ്റെ ഭാര്യ ഒരു വലിയ സൽക്കാരപ്രിയായിരുന്നു. വരുന്നവർക്കെല്ലാം ആഹാരം കൊടുക്കുകയും, അതുപോലെ അമേരിക്കയിലായിരിക്കുന്ന സമയത്തും അത് അനേകം രോഗികളായി കിടക്കുമ്പോൾ, പ്രസവിച്ചെടുക്കുമ്പോൾ ഒരു വായികം പിടിച്ച് അവർക്കെല്ലാം കൊണ്ട്
ആഹാരം കൊടുക്കുകയും സൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യയായിരുന്നു എൻ്റെ ഭാര്യ തങ്കമ്മ. അവളെ കഴിഞ്ഞ വർഷം എന്നെ നിന്ന് വേർപെട്ടു പോയി. അതിൻ്റെ ദുഃഖം ഞാൻ ഇന്നും അനുഭവിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം അവൾ മുഖാന്തരമാണ് ഈ ബിൽഡിങ്ങിലേക്ക് ഈ ഫണ്ട് ഇത്ര ലഭിക്കാൻ കാരണം. ഞങ്ങൾ 140-140 പേരെ അമേരിക്കയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം 10-8-10 പേരോളം ഞാൻ ഇമിഗ്രേഷൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ കൊണ്ടുവന്ന ആൾക്കാരുടെ സ്വീകരണവും അവരുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്. അത് എൻ്റെ ഭാര്യയുടെ കെയറോപ്പിലാണെന്ന് എനിക്ക് പറയാം. അമ്മാമ്മ അവർക്ക് ഒരിക്കലും മറക്കാനൊക്കത്തില്ല. അത്രമാത്രം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഈ ബിൽഡിംഗ് ഉണ്ടായത്. 1988 അത് അനേക സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതൊന്നും വിവരിപ്പാൻ തക്കണ സമയമില്ല. അതിനുശേഷമാണ് എൻ്റെ ഞാൻ അമേരിക്കയിലേക്ക് കടന്നു വന്ന് ഇപ്രകാരം എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം എനിക്ക് അനേക സ്ഥലങ്ങളിൽ ബൈബിൾ ക്ലാസ് എടുക്കാൻ തക്കവണ്ണം അനേക വേദി ദൈവം തമ്പുരാൻ എനിക്ക് ഒരുക്കി തന്നു. ഞാൻ ഒരാഴ്ചയിൽ ഓരോ ദിവസവും 4 ക്ലാസ്സുകൾ വെച്ചെടുക്കുന്നു. രാത്രിയിൽ ഒരു ബൈബിൾ സ്കൂളും നടത്തുന്നു. അനേക അധ്യാപകർ അതിൻ്റെ അകത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, കോവിഡ് വന്നതിന് ശേഷമാണ് ഈ മിനിസ്ട്രി ബൈബിൾ സ്കൂൾ ആരംഭിച്ചത്. അത്രമാത്രം ശക്തിയായിട്ട് അതും നടക്കുന്നു. അതുപോലെ ഇപ്പോൾ തന്നെ 24 മണിക്കൂറും ഞാൻ സുവിശേഷ വേളയിലാണ്. 1 മിനിറ്റ് പോലും ഞാൻ അടങ്ങിയിരിക്കുന്നില്ല. ധാരാളം പ്രസംഗങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്നു. ഞങ്ങൾ നടത്തുന്ന ബൈബിൾ കോളേജ് പവർ വിഷൻകാർ അത് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൊവിഷൻ TV, ഗുഡ് ന്യൂസ് TV, ഫേസ്ബുക്ക്, യൂട്യൂബ്, അതുപോലെ മിഡിൽ ഈസ്റ്റ് മിനിസ്ട്രിക്കാരെ മറക്കാനൊക്കത്തില്ല. അവരെൻ്റെ പ്രസംഗങ്ങൾ ധാരാളമായി സൈറ്റിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ അനിൽ ജോയ് തോമസിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സൂസൻ അനിലിനെയും എനിക്ക് മറക്കാനൊക്കത്തില്ല. അവർ ആയിരക്കണക്കിന് എൻ്റെ പ്രസംഗങ്ങൾ സൈറ്റിലിട്ട് അത്രമാത്രം മിനിസ്ട്രി വ്യാപിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. പാസ്റ്ററുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും കണ്ണ് നനയാതെ നമുക്കത് കേൾക്കാനായിട്ട് കഴിയത്തില്ല. അദ്ദേഹത്തിന്റെ അനുഭവമാണ്. തീർച്ചയായിട്ടും 74-ാമത്തെ വയസ്സിലും ഇപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കുക, പ്രവർത്തന നിരതനായിട്ട് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് മീഡിയയിൽ ഈ ഒരു പ്രായത്തിൽ മീഡിയയെ ഇത്രമാത്രം ഉപയോഗിക്കുന്ന മറ്റൊരു ദൈവദാസൻ ഉണ്ടോ എന്ന് പോലും സംശയമാണ് ഈ ഒരു ഏജിൽ. തീർച്ചയായിട്ടും പാസ്റ്റർക്ക് നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ ഇവിടെ അവസാനിക്കുമ്പോൾ പാസ്റ്റർക്ക് ദൈവദാസന്മാരോട് ഫൈനലായിട്ട് ഓഡിയൻസിനോട് പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം എന്താണ്? എനിക്ക് ദൈവം 2 ആൺമക്കളെയാണ് തന്നിരിക്കുന്നത്. 2 അനുഗ്രഹിക്കപ്പെട്ട മരുമക്കളെയും തന്നിട്ടുണ്ട്. എൻ്റെ മൂത്ത മകൻ്റെ പേര് ബ്ലസൻ എന്നാണ്. എൻ്റെ രണ്ടാമത്തെ മകൻ്റെ പേര് ബെന്നി എന്നാണ്. ബ്ലസനാണ് എനിക്ക് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന നല്ലൊരു ട്രാൻസ്ലേറ്ററാണ്. എൻ്റെ ഇളയ മകനാണ് ഈ CV ആൻഡ്രൂസ് ബൈബിൾ എന്നുള്ളതായ വെബ്സൈറ്റ് തയ്യാറാക്കിയത്. വളരെയധികം കഷ്ടപ്പെട്ടു. അതിനുവേണ്ടി എന്നെ സഹായിച്ച ഞങ്ങളുടെ പാസ്റ്റർ എമി മാമൻ, അദ്ദേഹത്തെ മറക്കാനൊക്കത്തില്ല. അതുപോലെ തന്നെ സിയാറ്റിലെ വിക്ടർ ജോർജ് പാസ്റ്ററെ, അദ്ദേഹത്തെ മറക്കാനൊക്കത്തില്ല. ഞാൻ ഓരോ അതിൻ്റെ പശ്ചാത്തലം അങ്ങോട്ട് മലയാളത്തിൽ എഴുതി അയക്കുമ്പോൾ അവരത് ടൈപ്പ് ചെയ്ത് ഇംഗ്ലീഷിലുമാക്കി ഈ 2 പേരും എനിക്ക് അയച്ചു തന്നു. ഇവർ 2 പേരും എന്നെ വളരെ പ്രോത്സാഹിപ്പിച്ചു. ഞങ്ങളുടെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ എബി മാമൻ ഒരു ശക്തനായ പാസ്റ്ററാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം 3 ലാംഗ്വേജ് അറിയാം. ഇപ്പോൾ സഭ കുറച്ചുകൂടെ അങ്ങ് വിശാലമായി അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ദൈവദാസനെ എനിക്ക് മറക്കാൻ തക്ക നോക്കത്തില്ല. അങ്ങനെ എന്നെ സഹായിച്ച അനേകരുണ്ട്. അതുപോലെ പാസ്റ്റർ തമ്പി മാത്യു, എനിക്ക് ഈ പുസ്തകത്തിൻ്റെ ഈ കമൻറ്ററി ആവശ്യം വരുമ്പോൾ എനിക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുഖമില്ലായിരിക്കുകയാണ്. അദ്ദേഹം അതിൻ്റെ നടുവിൽ അദ്ദേഹം ഓടി വന്ന് എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. ഇത്രമാത്രം നിങ്ങൾ എന്നെ കേട്ട എല്ലാ പ്രേക്ഷകർക്കും ഞാൻ എൻ്റെ ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. എൻ്റെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. വയസ്സ് 74 ഞാൻ ഈ കമൻട്രി തയ്യാറാക്കാൻ കാരണം അടുത്ത തലമുറയ്ക്ക് ഒരു സംഭാവന ചെയ്തിട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് CV ആൻഡ്രൂസ് ബൈബിൾ ഞാൻ തയ്യാറാക്കിയത്. ഞാൻ മരിച്ചു കഴിയുമ്പോൾ അത് ഈ CV ആൻഡ്രൂസ് ബൈബിള് എന്നും നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും CV ആൻഡ്രൂസ് പാസ്റ്റർ ഒരു ചരിത്രം രചിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു ഇന്റർവ്യൂ നമ്മൾ കാണുമ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് കുറച്ചുകൂടെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കാം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്തൃദാസനെ ദൈവം ശക്തമായിട്ട് ഇനിയും ഉപയോഗിക്കട്ടെ. അനേകർക്കൊരു ഇൻസ്പയറിംഗ് ആയിട്ട്
ലോകരാജ്യങ്ങളിലേക്ക് നമുക്ക് ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് മീഡിയയിൽ കൂടെ ലോകരാജ്യങ്ങളിലേക്ക് ചെല്ലാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഇന്റർവ്യൂവിൽ പങ്കെടുത്തതിന്, സമയം ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി. ഇതിന് ഇങ്ങനെയുള്ള ക്രമീകരണം ചെയ്ത സാമ്പ്രദർ ഇവരെയൊക്കെ ഓർത്ത് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്ത ഒരു എപ്പിസോഡിൽ പുതിയ ഒരു വ്യക്തിയുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തും. Until then, it is me, Anil Ilandur. God bless you.